അതേപോലെ പ്രിയദർശൻ സാറിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനം കൂടെ അടുത്ത പാട്ടിലുണ്ട്. അന്തിപ്പൊന്മുട്ടത്തിനകത്ത് താനാ തിന്തിൻ താനാ തിന്തിൻ അന്തിപ്പൊന്മുട്ടം ഭയങ്കര ചേഞ്ച് ഓവേഴ്സ് ഉള്ള ഒരു പാട്ടാണ്. ഭയങ്കര രസാ. അത് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചേഞ്ച് ഓവർ എന്ന് പറയാൻ പറ്റൂല. അത് വളരെ ഗൃഹാതുരത്തുള്ള ഒരു ഈണമാണ്. അത് ചേഞ്ച് ഓവർ ആയത് എനിക്കാണ്. അതൊരു ഭയങ്കര രസമാണ്. കാരണം ഞാൻ ഈ മ്യൂസിക്കിൽ ജീവിക്കുന്ന ആളാണ്. മ്യൂസിക് ഡെയിലി കാലത്ത് പോയി വൈകുന്നേരം വരെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ പുതിയത് ചെയ്യുന്നു. പ്രിയൻ ശരിയായിട്ടില്ല. അപ്പോൾ ഇയാൾ എനിക്ക് സപ്പോർട്ടാണ്. വരികൾ അത് ശരിയാവില്ല. അപ്പോൾ പ്രിയൻ്റെ കുറേ കൂടി കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം. പ്രിയൻ്റെ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് തന്നെയാണ്, അതിന് മുമ്പ് ചെയ്തതാണ്. എന്നാലും കുറച്ചും കൂടി ആ ചിത്രത്തിൽ കുറേ കൂടി വൈബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പറയണോ ഇത് വേണ്ട. അപ്പം അതൊക്കെ ഞാൻ മനസ്സിലുണ്ട്. ഷിബുവിനെ അറിയാം പ്രിയനെന്താ വേണ്ട. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ട്യൂണുകൾ ഇടുന്ന. പക്ഷേ അപ്പം അതിനിടയ്ക്ക് അയാൾ മറ്റേ പാട്ട് പാടം പൂത്തകാലം ഈ പാട്ടും പാടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ട്യൂണൊന്നും എനിക്ക് ആകെ ഇതെന്താ ട്യൂൺ പാടിക്കഴിഞ്ഞത് ഒന്നുമില്ല. പക്ഷെ ആ വരിയോട് കൂടിയിട്ട് വരുമ്പോഴാണ് പാട്ട് പാടാവുന്നത്. അപ്പൊ എനിക്കിത് വരി ഞാൻ ഇമാജിൻ ചെയ്യുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഓരോ വളരെ കോംപ്ലിക്കേഷൻ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിയന് സമ്മതിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഹാർമോണിയത്തിലെ വെറുതെ, അതായത് എനിക്ക് ഒരു ഈണം കിട്ടാൻ വേണ്ടി ശ്രുതി പിടിക്കുന്ന പോലെ ടാ 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 ഇപ്പൊ താണ്ട വായിച്ചേ പൂട്ടണേ. ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്ത് വായിച്ചു. ഞാൻ കുറേ വായിക്കുന്നുണ്ട്. അല്ല ഇപ്പം അവസാനം ടാറ്റ അതാ. അപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടി. ടൺ ടൺ ഡാരാ ടാരാ ഡീ രാ രീ രീ രീ. ഇതല്ലടോ ട്യൂൺ. ഏറ്റൊരു മനോഹരം എന്ന് ഉടനെ അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ. എന്തൊരു മനോഹരമായിട്ടാണ് അത്. ഇപ്പൊ ടാരാരീരീരി ടരരാ ടീരാരീരാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് എനിക്കതൊക്കെ എന്തൊരു ടാരാരീരി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അന്തിപ്പൊൻവെട്ടം വന്നപ്പോ അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. ഇത് ഇങ്ങോട്ട് മനോഹരമായിട്ട് വന്നു. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി. പ്രിയം കേട്ടിട്ടില്ല. അതിനു മുമ്പ് ഒരാൾ വന്നു, ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇവിടുത്തെ സാധാരണ ലോക്കൽ ആൾ. അയാൾ പക്ഷെ വളരെ വലിയൊരു സ്ഥാനം ആ സിദ്ധിസായിയുടെ അങ്ങേരുടെ എന്തോ മാനേജറാണ്. അയാൾ വഴിപോക്കനെ പോലെയാണ്. അയാൾ അതിന്റെ പടത്തിന്റെ ബാക്കി വർക്കിലൊക്കെ അയാൾ മെയിനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അയാളുടെ പേര് മറന്നു. ഏതോ ഒരു മേനോൻ. സൂപ്പർ സോങ് അയാൾ കൈയടിക്കുക. സാധാരണക്കാരനാണ്, കൈയടിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് പ്രിയം വരുന്നത്. പാടി പൊളിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാനപ്പോ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി താനാ തിന്തിന്താര 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 താന താന തിന്തിന്താര കൂടി പാടി വെച്ചു. എന്തിനാന്നറിയോ? ഇതില്ലെങ്കിലും സംഭവം വീട്ടെ കൊളുത്തെടുത്തേ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടും. സംഭവം അത് തന്നെ വേണം പ്രിയൻ. ഒരക്ഷരതീന്ന് താനാ തിന്തിന്താ തിന്തിൻ താനാ തിന്തിന്താര തിന്തിന്താര തന്നെ വേണം. അതൊക്കെ നല്ല. അത് കഴിഞ്ഞിട്ട് ഒരു ബിറ്റ് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരുന്നത്. തിരിയിട്ട് കൊളുത്തിയോ. അത് ഷിബു കലക്കിയത്. അങ്ങനെ ഒരു പാട്ടിലെ അത് എല്ലാം നമ്മളുടെ പല പാട്ടുകളിലും ഉണ്ട് കേട്ടോ. അതല്ല, അത് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് അത് ഞാൻ എന്റെ പാട്ടെഴുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവരെല്ലാവരും മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, അതിന്റെ ഹൈറ്റും അതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു കറക്റ്റ് അർത്ഥമുള്ള വാക്കുകളും ഏറ്റവും സൗകുമാര്യമുള്ള ശബ്ദവും എല്ലാം കൂടി ചേരുമ്പോഴാണ് പാട്ടാവുന്നത്. മ്യൂസിക് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ക്ലാസിക്കൽ വാതാബി തന്നെ എത്രയും ഇംപ്രൊവൈസേഷൻ നമുക്ക് പാടിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒരു സിനിമ പാട്ടെന്ന് പറയുമ്പോൾ ഇവരെ ഈ മ്യൂസിക്കിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു കോൺസെപ്റ്റ്, അട്രാക്ട് ചെയ്യുന്ന ശബ്ദം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ മ്യൂസിക് എന്താണെന്ന്, അതായത് കോമൺ പബ്ലിക്കിനെ പിടിക്കുന്ന
പാട്ടെന്തെന്നുള്ളതിനെ പറ്റി പ്രിയൻ നല്ല തിട്ടമാണ്. ഇന്നതുപോലെ ആയിരിക്കണം. അതിന് പ്രിയന്റെ മനസ്സിൽ ഏതെങ്കിലും അതിന് മുൻപുള്ള സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ മോഡലുകൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രിയനൊക്കെ അസസ് ചെയ്യുന്ന അത് വെച്ചിട്ടാ ഇത് ക്ലിക്കായിരിക്കും എന്നുള്ള ഇത് പ്രിയന്റെ കാര്യത്തിൽ തെറ്റാറില്ല. ഞാൻ നോക്കുന്നത് എൻ്റെ ലിറിക്സ് എഴുതാനുള്ള സ്പേസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്യൂൺ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂൺ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് വരുന്ന കുറെ വിഷ്വലോ അല്ലെങ്കിൽ ഒരു ആശയമോ ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിനെ ഇത്തരത്തിലുള്ള ഇതിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് മ്യൂസിക്കലി ഒന്നും ഗംഭീരമാവണമെന്നില്ല, പക്ഷെ അത് എന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു. പക്ഷെ അവിടെ ഞാൻ പറയാം, മ്യൂസിക്കലി ഗംഭീരമാവില്ല എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ജോണറിലുള്ള ഒരു ഈണം വെറുതെ വായുകൊണ്ട് ട്യൂൺ മാത്രം പാടിയാൽ. പക്ഷെ ഇപ്പോൾ വരി വന്നപ്പോൾ അത് മനോഹരമായിട്ടുള്ള പാട്ടായി മാറിയതാണ് ഈ അന്തിപ്പൊൻവട്ടം പറഞ്ഞത്. പല്ലവീനെ കുറിച്ചാണ് പറയുന്നത്. ചരണത്തിലേക്ക് സാധാരണ പ്രിയദർശനം ആരും അങ്ങനെ അധികം ഇടപെടാറില്ല. അത് ഇദ്ദേഹത്തിന്റെ ഫ്രീഡോ എൻ്റെയും ഫ്രീഡോ ആണ്. ഇദ്ദേഹത്തിന് അവിടെ വരികൾ എഴുതണം തോന്നി. ആ വരികൾ എഴുതിക്കൊണ്ട് മനോഹരമായിട്ടുള്ള അനുപല്ലവിയാണ്. തിരിയിട്ടു കൊളുത്തിയ വിളക്കുകൾ എരിയുന്നമ്പര നടയില്ല, തിരിയിട്ടു കൊളുത്തിയൊരായിരം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തിപ്പൊൻവട്ടം അതിന്റെ അനുപല്ലവിയായിട്ട് തോന്നില്ല. പക്ഷെ ഇറ്റ് ബ്ലെൻഡഡ് വെരി വെൽ ബിക്കോസ് ഓഫ് ദ BGM കണക്റ്റഡ്, എവറിഥിങ് ഈസ് ഫൈൻ. ആൻഡ് രണ്ട് സിംഗേഴ്സ്, MG ശ്രീകുമാറും ശരി സുജാതയും ശരി കട്ടാക്കി നിന്നിട്ട് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എത്ര രസമായിട്ടുള്ള ഇംപ്രവൈസേഷൻസ്. അന്ന് സംഭവം നമ്മൾ കൂടെ ചേർന്നുണ്ടാക്കിയ ഇംപ്രവൈസേഷൻസ് ആണ്. പക്ഷേ ദ വേ ദ പ്രസൻറ്റഡ് റെൻഡിഷൻ സൂപ്പർബാണ്. അതേപോലെ തന്നെ മറ്റേ പാട്ട് പറയാ വേണ്ട, ഇങ്ങനെ വല്ല പാട്ടാണെന്ന് പറയും, ഏത് കവിളിണയിൽ കുങ്കുമമോ, അതിന്റെ ചരണോ അനുപല്ലവി. മനസ്സിന്റെ തീരഭൂവിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ്. പക്ഷെ പാട്ട് കവിളിണയിൽ കുങ്കുമമോ, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം പല്ലവി മാത്രം നമ്മൾക്ക് ഇവരെ ഇംപ്രസ് ചെയ്താൽ മതി. പിന്നെ ചരണം നമ്മൾ എടുക്കുമ്പോൾ, അതായത് തറവാട് മഹിമ എന്ന് പറയും നമ്മൾ. അതായത് പല്ലവി നന്നായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന അത് ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അടിപൊളിയാണ് എന്നങ്ങനെ പറയും. പക്ഷെ ഈ പറഞ്ഞ പോർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് അങ്ങനെയാണ് അത് കളക്ട് ചെയ്ത് പോകുന്നത് വരികൾക്ക്. അത് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല പണി. ഓർക്കസ്ട്ര ലൈവാണ്. ഇന്നത്തെ പോലെ ഇരുന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചേട്ടിട്ട് ഇനി നാളെ വരുമ്പോൾ വേറെ കുറെ പാട്ടുകളും മ്യൂസിക് കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ ഐഡിയ, ശരി, അതിനൊന്ന് വളച്ചൊടിച്ച് നമ്മുടെ പാട്ട് കൊണ്ടുപോക്കി പിറ്റേ ദിവസം പിന്നെയും മാറ്റി, അങ്ങനെ മാറ്റി. അന്നൊന്നുമില്ല, കാലത്ത് 7 മണിക്ക് സ്റ്റുഡിയോയിൽ വന്നാൽ 1 മണിയാകുമ്പോൾ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു, മിക്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ആ എഞ്ചിനീയർ ഒന്ന് ഇത്തിരി പൊടിയും മസാലയൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ് എൻ്റെ. എല്ലാ പാട്ടുകളും അന്ന് കാലത്ത് അങ്ങനെ തന്നെ.